സംഭവം നമ്മുടെ കരോലിസ് കിൻകിസിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് കരോലിസ് കിൻകിസ് ഒരു മണ്ടത്തരം കാണിച്ചു. അതായത് ഒരു AFC താരത്തിന് 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് കൊടുത്തു. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായി പോയി. ഭയങ്കര പ്രൊഫൈലുള്ള ഒരു താരത്തിനാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തെങ്കിൽ കുഴപ്പമില്ല. ജോഷുവ സട്ടീരിയുടെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര വലിയ പ്രൊഫൈലുള്ള ഒരു താരമൊന്നും അല്ലായിരുന്നു. എന്നിട്ട് പോലും എന്തിനാണ് 2 വർഷത്തെ കോൺട്രാക്റ്റ് എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ജോഷുവ സട്ടീരിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ക്വാമി പെപ്രയുടെയും കൂടെ കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു 2 സൈനിങ് കൂടെ മികച്ചതായി കഴിഞ്ഞാൽ നമുക്ക് ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച ടീമായി മാറാൻ സാധിക്കുമായിരുന്നു. അതായത് ക്വാമി പെപ്ര നമുക്കറിയാം, അദ്ദേഹത്തിന് കുറച്ച് ഫിസിക്കലി കളിക്കുന്നതല്ലാതെ അതിനെക്കാട്ടി വലിയ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പലർക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷേ ഞാൻ സ്റ്റിൽ പറയുന്നു ക്വാമി പെപ്ര എന്ന് പറയുന്നത് അത്ര ഭയങ്കര താരമൊന്നുമല്ല. 2 പേരും ഈ ഒരു സീസണും കൂടി നമുക്ക് നിലനിർത്തേണ്ടി വന്നത് ആ ഒരു കോൺട്രാക്റ്റാണ് 2025 വരെയുള്ള കോൺട്രാക്റ്റ്. ഇത് പെപ്രയ്ക്ക് 2025 വരെ കോൺട്രാക്റ്റ് കൊടുത്തത് ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ജോഷുവ സട്ടീരിക്ക് 2 വർഷത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്നെ ഞെട്ടിച്ചാണ്. കാരണം ഒരു AFC താരത്തിന് ഒരിക്കലും നമ്മൾ 2 വർഷത്തെ കോൺട്രാക്റ്റ് കൊടുക്കാൻ പാടില്ല. ഒരുപക്ഷെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ, അതായത് നിമിത്രോസ് പെട്രറ്റോസൊക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കളിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ കോൺട്രാക്റ്റോ 3 വർഷത്തെ കോൺട്രാക്റ്റോ എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഒരു AFC താരം വരുന്നു, അതിന് 2 വർഷത്തെ കോൺട്രാക്റ്റ് കൊടുക്കുന്നു, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സംഭവം ഇവിടുന്ന് കയ്യിൽ പോയിട്ടുണ്ട്. നോവാ സദോയ്, അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ ഇപ്പുറത്തെ ക്വാമി പെപ്ര, ജോഷുവ സട്ടീരി, ഈ ഒരു മുന്നേറ്റം നിര നോക്കുകയാണെങ്കിൽ ഒട്ടും ശക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോവാ സദോയ്, അഡ്രിയാൻ ലൂണ അത് ഭയങ്കര ശക്തമാണ്. പുറത്തെ സൈഡിലേക്ക് നോക്കുകയും ഭയങ്കര വീക്ക് പോലെ വന്നു. ക്വാമി പെപ്ര, അതുപോലെ തന്നെ ജോഷുവ സട്ടീരി, ഇവരുടെ കളി, അത് ജോഷുവ സട്ടീരി കളി കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ അല്ലാത്തൊക്കെ കളിയും മാസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ടീമിൽ എത്രത്തോളം ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നും നമുക്ക് ആ ഒരു കളി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ക്വാമി പെപ്രയുടെ കാര്യം നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ സ്കോർ ചെയ്യുന്നൊരു വ്യക്തിയല്ല, തുടർച്ചയായിട്ട് അദ്ദേഹം കുറച്ച് ഫിസിക്കലിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഡയമണ്ട് കോസിന് പകരം നിങ്ങൾ കണ്ടെത്തിയത് ജോഷുവ സട്ടീരിയാണോ അല്ലെങ്കിൽ ക്വാമി പെപ്രയാണോ? സോ നമ്മുടെ ആ ഒരു സ്ട്രൈക്കിങ്, അതായത് നമുക്ക് ഗോളിന് കഴിഞ്ഞ സീസണിൽ വലിയ ക്ഷാമമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് പോയിട്ട് പോലും അത്യാവശ്യം ഡയമണ്ട് കോച്ച് സ്കോർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. സോ ഒരു സ്കോറില്ലാതെ വരുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. നോവാ സദിയെ പോലെ നല്ല രീതിയിൽ വിങ്ങി നിന്ന് ക്രോസ് കൊടുക്കുന്ന ഒരു താരമുണ്ട്. അതുപോലെ തന്നെ ക്വാമി പെപ്ര ക്വാമി പെപ്രയല്ല, നമ്മുടെ അഡ്രിയാനുള്ള മിഡ്ഫീൽഡിൽ നിന്ന് നല്ല പാസുകൾ കൊടുക്കും. സോ അവിടെ നിന്ന് സ്കോർ ചെയ്യുന്നത് പ്രോപ്പർ ഒരു CF ഇല്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ പെട്ടുപോകുന്ന ഒരവസ്ഥയായിരിക്കും. കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് 2 പേരെയും വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ മാനേജ്മെൻറ്റ് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കൈവിട്ട കളിക്ക് പോകത്തില്ല. ഒരു 5 പൈസ വെറുതെ കളയാത്ത ടീംസാണ്. സോ എന്തായാലും ആ ഒരു കളിക്ക് അവർ പോകത്തില്ല. സോ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവർ 2 പേരും ഇവിടെ നിൽക്കും. സോ ഇനി വരാനുള്ളത് 2 CB ആണ്. സോ ചിലപ്പോൾ ഒരു കൈവിട്ട കളിക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു CB മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ഒരു CFനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്രോപ്പർ നമ്പർ 9 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു കൈവിട്ട കളിയുമായിരിക്കും. അതായത് ഒറ്റ CB വെച്ചത്, ഒറ്റ ഫോറിൻ CB വെച്ച് നമുക്ക് ഒരു സീസൺ മൊത്തമായിട്ട് കളിക്കേണ്ടി വരും. നമുക്കറിയാം 2 CBയെ നമ്മുടെ കരോലിസിറ്റി ഉള്ളതാണ്. ചിലപ്പോൾ ഇവർ ജോഷുവ സട്ടീരിയും ക്വാമി പെപ്രയും നിലനിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കാം, ഒരു CB മതി, ഒരു ഫോറിൻ CB മതി, ഒരു CFനെ കൊണ്ടുവരാമെന്ന് ചിലപ്പോൾ അദ്ദേഹം ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കൈവിട്ട കളിയാവും. ചിലപ്പോൾ സക്സസ് ആകാതിരിക്കാം. ഈ ഒരു ഒറ്റ CBക്ക് ഒരിക്കലും ഇഞ്ചുറി സംഭവിക്കാതിരിക്കണം. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇപ്പോൾ കാര്യം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മുടെ കരോലിസിൻ്റെ കയ്യിൽ നിന്ന്. കാരണം അദ്ദേഹം വിചാരിച്ച പോലും നടക്കുന്നില്ല. ക്വാമി പെപ്രയും ജോഷുവ സട്ടീരിയും പിക്ക് ചെയ്യാൻ വേറെ ക്ലബ്സൊന്നും വരുന്നില്ല. ഈ വേറെ ക്ലബ്സ് വന്നിവരെ പിക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവർ പോയി ഓക്കെ, ലോണി വിട്ട് പോയാലും കുഴപ്പമില്ല. ജോഷുവ സട്ടീരിക്ക് പരിക്കാണ്, അതായത് ലോണി അത്ര നല്ല ഡീൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ ക്വാമി പെപ്രയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം വലിയ രീതിയിൽ കഴിഞ്ഞ സീസൺ ഗോളൊന്നും അടിച്ചിട്ടില്ല. ഇന്ത്യൻ പ്രീമിയർ ഇന്ത്യൻ സൂപ്പർ ലീഗിലാണ് കളിക്കുന്നത്. സോ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഗോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മറ്റ് ക്ലബ്ബുകൾ എടുക്കും. ആ ഒരു നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു ലെവൽ അറിയാം. ആ ഒരു ലെവലിൽ നമ്മൾ 2 ഗോൾ ഒരു സീസണിൽ നിന്നൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തന്നെ പിക്ക് ചെയ്യില്ല ക്വാമി പെപ്ര പോലൊരു താരത്തെ. സോ അതൊരു വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തിനും ഓഫർ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ജോഷുവ സട്ടീരിക്കും ഓഫർ വരാനുള്ള സാധ്യത കുറവാണ്, പരിക്കായിരുന്നു. സോ ആകപ്പാടെ കേരള ബ്ലാസ്റ്റേഴ്സും കരോലിസും പെട്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, അവസാനം വരെ കാത്തിരിക്കുകയായിരിക്കും ജോഷുവ സട്ടീരിയോ ക്വാമി പെപ്രയോ ആരെങ്കിലും സൈൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി. അതാണ് ഇത്ര സൈനിങ് ഒക്കെ ലേറ്റ് ആകുന്നത്. എന്താണ് സൈൻ തുടങ്ങാത്തതെന്ന് നിങ്ങളെല്ലാം ചോദിക്കുന്നതിനുള്ള കാരണം ഇതൊക്കെ ആയിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി പാടും. ഒരു നല്ല സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും പകരം നല്ല 2 താരങ്ങൾ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന താരങ്ങൾ, ഗോൾ കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ ഒരു സിസ്റ്റത്തിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാണ് മിഗാൽ സ്റ്റാറുടെ സിസ്റ്റത്തിൽ. സോ ഇവർ 2 പേരും വന്നാൽ മിഡ്ഫീൽഡറിനെ ഇവിടെ കൊണ്ടുവരും, അത് മറ്റൊരു ചോദ്യമാണ്. സോ ആകപ്പാടെ പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. സോ അടുത്ത സീസണും കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു സാക്ക് ചെയ്ത കോച്ചിനെ, അതായത് തായ്ലൻഡ് ക്ലബ്ബിൽ സാക്ക് ചെയ്തൊരു കോച്ചിനെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി കളി കയ്യിൽ നിന്ന് പോയെന്ന്. സോ ഇനിയും ബാക്കി കണ്ടറിയാം.